ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പാലക്കാടിൽ തന്നെ ഏറ്റവും ഫേമസ് ഫെസ്റ്റിവലായ ചിറ്റൂർ കൊങ്ങമ്മടയെക്കുറിച്ചുള്ള വ്ലോഗുമായാണ്. പാലക്കാട് പട്ടണത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ചിറ്റൂരിലെ ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹത്തായ ഉത്സവമാണ് കൊങ്ങമ്പട. കേരളത്തിലെ ഏക യുദ്ധോത്സവമാണ് ചിറ്റൂർ കൊങ്ങമ്പട. പാലക്കാട് ചിറ്റൂർ ഭഗവതി ക്ഷേത്രത്തിലെ കൊങ്ങമ്പട എല്ലാ വർഷവും ഒരു ഭൂതകാല സ്മരണയ്ക്കായി നടത്തപ്പെടുന്നു. എല്ലാ വർഷവും കുംഭത്തിലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇരുണ്ട ചന്ദ്രരാത്രിക്ക് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ച അന്നത്തെ ചോള രാജാവായ രാജാതിരാജയുടെ നേതൃത്വത്തിലുള്ള കൊങ്ങുനാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ സൈന്യത്തിനെതിരെ ചിറ്റൂരിലെ നായന്മാർ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്ന ഒരു സവിശേഷ ഉത്സവമാണിത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മനോഹരമായ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത്. AD 918 അടുത്തുള്ള കൊങ്ങുനാട്ടിലെ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ചിറ്റൂർ നായന്മാരുടെ വിജയത്തിന്റെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്നു. ദേവി ഭദ്രകാളി അവരെ രക്ഷിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ചിറ്റൂരിലെ കൊങ്ങമ്പട ഉത്സവം ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിന്റെയും മതത്തിന്റെയും സംയോജനമാണ്. അക്കാലത്ത് ചിറ്റൂർ വളരെ ഫലഭൂയിഷ്ഠവും വിഭവങ്ങളാൽ സമ്പന്നവുമായ ഒരു ദേശമായിരുന്നു. അതൊരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. പർവ്വതനിരകളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കോയമ്പത്തൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന കൊങ്ങു രാജ്യം, വ്യാപാരത്തിനായി പതിവായി ചിറ്റൂരിൽ വന്നിരുന്നു. ഏറ്റുമുട്ടലുകൾ സാധാരണമായിരുന്നു. ഇന്നത്തെ കൊങ്ങമ്പടയുടെ ഉത്സവത്തിന്റെ വേരുകൾ ഈ ഏറ്റുമുട്ടലുകളിൽ നിന്നാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ എൻ്റെ കുട്ടി വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിലുള്ളതും നിങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ചരിത്ര വസ്തുതകളുമായി വീണ്ടും ഞാനെത്തും. അണ്ടർ ദാൻ ഗുഡ് ബൈ.